കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ക്ഷീരമേഖല. ക്ഷീരമേഖലയുടെ കരുത്തും വെല്ലുവിളികളും നിറഞ്ഞ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ സംഗമം സ്വാഭാവികമായും മാറുക. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ചർച്ചകൾ ക്ഷീരമേഖലയുടെ പുരോഗതിക്ക് അങ്ങേയറ്റം സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും പ്രധാന ജീവിതമാർഗമാണ് ക്ഷീരമേഖല. കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീരമേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവമെടുത്താൽ കാർഷിക കേരളത്തിൻ്റെ സുസ്ഥിര വികസന വാഗ്ദാനമായി ക്ഷീരമേഖല മാറിയിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുക. നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. മെച്ചപ്പെട്ട ഉപജീവന മാർഗമായി ഇന്ന് പശു വളർത്തൽ മാറിയിട്ടുണ്ട്. പരമ്പരാഗത രീതി ഒന്നോ രണ്ടോ പശുക്കളെ വളർത്തുക എന്താണ്. എന്നാൽ അതിൽ നിന്ന് മാറി 5 10 മുതൽ 50 പശുക്കളെ വരെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന യുവ സംരംഭകരും വാണിജ്യ സംരംഭകരും നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. ഈ മേഖലയുടെ വളർച്ചയും സ്വാധീനവും വിളിച്ചറിയിക്കുന്നതാണിത്. ഇവിടെ ഈ മേഖല നേരിട്ടുന്ന പ്രതിസന്ധികൾ വലിയ തോതിൽ പരിഹരിക്കാനായി എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അഭിമാനകരമായ നേട്ടങ്ങൾ, പാലുൽപാദനത്തിൽ റെക്കോർഡ് വളർച്ച, ഇതെല്ലാം കേരളത്തിന് കൈവരിക്കാനായിട്ടുണ്ട്. നേരത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാൽവണ്ടികളെ ആശ്രയിക്കേണ്ടി വന്ന ഒരു നാടായിരുന്നു നമ്മുടേത്. എന്നാലിപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ മിൽമയിലൂടെ പാലായി മാത്രമല്ല മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും വിപണിയിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ മാറ്റം കൃത്യമായ ആസൂത്രണത്തിൻ്റെയും ജനകീയ ഇടപെടലുകളുടെയും ഫലമായി ഉണ്ടായതാണ്. പാലിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നാട് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷീരമേഖലയെ നാം കാണുന്നത് കേവലം പാലുൽപാദന കേന്ദ്രമായി മാത്രമല്ല, ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നൊരു മേഖലയാണിത്. അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സമഗ്ര മേഖല കൂടിയാണ്. അതുകൊണ്ടാണ് ഈ കാലയളവിൽ അവതരിപ്പിച്ച ബജറ്റുകളിൽ ക്ഷീരമേഖലയ്ക്ക് റെക്കോർഡ് തുക വകയിരുത്തിയത്. അവയാകട്ടെ 95% ചെലവഴിക്കാനും വകുപ്പിന് സാധിച്ചു എന്നതും
എടുത്തു പറയാവുന്ന നേട്ടമാണ്. ക്ഷീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കാലിത്തീറ്റയുടെ വിലക്കയറ്റമാണ്. ആഗോളതലത്തിലും ദേശീയ തലത്തിലും അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിക്കുന്നത് നമ്മുടെ ക്ഷീരകർഷകരെ ബാധിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് സംസ്ഥാന സർക്കാർ കാലിത്തീറ്റ സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകി വരുന്നത്. മാത്രമല്ല, വേനൽക്കാലത്ത് പച്ചപ്പുല്ലിൻ്റെ ലഭ്യതക്കുറവ് അത് പരിഹരിക്കാൻ തരിശുഭൂമിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കി. തൊഴിലുറപ്പ് പദ്ധതിയുമായി ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ക്ഷീരകർഷകർക്ക് ഇരട്ട നേട്ടം ഉറപ്പാക്കാൻ കഴിഞ്ഞു. ബ്ലോക്ക് തലത്തിൽ വെറ്ററിനറി സേവനങ്ങൾ ശക്തിപ്പെടുത്തി. രാത്രികാലങ്ങളിൽ പോലും മൃഗചികിത്സ ലഭ്യമാക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വെറ്ററിനറി സേവനങ്ങൾ പലയിടത്തും ആരംഭിച്ചു. കർഷകൻ്റെ തൊഴുത്തിൽ ഡോക്ടർ എത്തുന്ന സംവിധാനം കാര്യക്ഷമമാക്കി. ഗോസമൃദ്ധി ഇൻഷുറൻസ് പദ്ധതിയും കറവ പശുക്കളെ വാങ്ങാനുള്ള ധനസഹായവും പലിശരഹിത വായ്പകളും ക്ഷീരകർഷകർക്ക് ഉറപ്പാക്കി. അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷീരകർഷകനെ കൈവിടുകയല്ല, മറിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. നവകേരള നിർമ്മാണത്തിൻ്റെ ഭാഗമായി ക്ഷീരമേഖലയിലും ആധുനികവൽക്കരണം ആവശ്യമാണ്. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ശാസ്ത്രീയമായ പരിപാലന രീതികൾ അവലംബിക്കാൻ തയ്യാറാകണം. പാലുൽപാദനം മാത്രമല്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കൂടിയാകണം നമ്മുടെ ലക്ഷ്യം. പാൽ വിറ്റ് കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതൽ പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുമ്പോൾ കർഷകൻ ലഭിക്കും. മിൽമ ഇന്ന് ചോക്ലേറ്റുകളും ഐസ്ക്രീമുകളും നെയ്യും ഉൾപ്പെടെ അനവധി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് മിൽമയിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല. പ്രാദേശികമായും സഹകരണ സംഘങ്ങൾക്ക് ചെയ്യാവുന്നിടത്തൊക്കെ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ സമയത്തും ക്ഷീരമേഖല തകരാതെ പിടിച്ചു നിന്നത് സഹകരണ പ്രസ്ഥാനങ്ങളുടെയും സർക്കാരിൻ്റെയും കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് സഹകരണ സംഘങ്ങൾ തിരിയുമ്പോൾ അതിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം നൽകാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കാലത്ത് പാൽ വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് പൊടി രൂപത്തിലാക്കാനും മിച്ചം വന്ന പാൽ അംഗൻവാടികളിലും ക്യാമ്പുകളിലും വിതരണം ചെയ്യാനും കാണിച്ച മാതൃക ലോകശ്രദ്ധ ആകർഷിച്ചതാണ്. അതിൻ്റെ അനുഭവങ്ങളുള്ളവരാണ് ഇവിടെ പങ്കെടുക്കുന്ന പലരും. അതൊരു സർക്കാർ പരിപാടി എന്ന നിലയിലല്ല, പൊതുവെ ക്ഷീരകർഷകരെ ആകെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയായാണ് നാടാകെ
അതിനെ കണ്ടത്. കാർഷിക വൃത്തി, പ്രത്യേകിച്ചും ക്ഷീരമേഖല സമൂഹത്തിൽ അന്തസ്സുള്ളൊരു തൊഴിലായി മാറണം എന്ന് തന്നെയാണ് നാം കാണുന്നത്. പുതുതലമുറ ഈ മേഖലയിലേക്ക് കൂടുതലായി കടന്നു വരണം. സ്റ്റാർട്ടപ്പുകളും സാങ്കേതികവിദ്യയും ക്ഷീരമേഖലയുമായി കൈകോർക്കണം. സ്മാർട്ട് കാറ്റിൽ ഷെഡുകളും ഓട്ടോമാറ്റിക് മിൽക്കിംഗ് മെഷീനുകളും നമ്മുടെ ഗ്രാമങ്ങളിലടക്കം സാധാരണമാകണം. അതിനുള്ള പ്രോത്സാഹനം വ്യവസായ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കാൻ ക്ഷീരവികസന വകുപ്പ് മുൻകൈയെടുക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി പാലുൽപാദനം കുറയുന്നുണ്ട്. പുതിയ രോഗങ്ങൾ തലപൊക്കുന്നുണ്ട്. ഇതെല്ലാം ഈ മേഖലയിലുള്ള വെല്ലുവിളികളാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ ആവശ്യമാണ്. കാർഷിക സർവകലാശാലയും വെറ്ററിനറി സർവകലാശാലയും ഈ ദിശയിൽ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ക്ഷീരകർഷകർക്ക് കൂടി പ്രയോജനപ്രദമായ ഒരു നവകേരളമാണ് നാം ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഈ ക്ഷീരസംഗമം വലിയൊരു ഊർജമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ഷീരകർഷകരുടെ വിയർപ്പിന് വിലയുണ്ടാവണം. അവരുടെ കണ്ണീർ വീഴാതിരിക്കണം. എല്ലാ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് സംസ്ഥാന ക്ഷീരസംഗമത്തിൻ്റെ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.